ഞങ്ങൾക്ക് ഒരു ടിപ്പാണ് വേണ്ടത്, പ്രത്യേകിച്ച് എനിക്ക്. എന്താ പറയാ, എനിക്ക് ഇപ്പൊ ഇരിക്കുമ്പോ പോലും ഈ സൗണ്ട് ക്രാക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശബ്ദത്തെ കുറിച്ച് ഒരിക്കലും കോൺഷ്യസ് ആവാതിരിക്കുക. ഓക്കെ. ഇപ്പൊ എനിക്കും ഇങ്ങനെ ആക്കാനുള്ള ചില സംവിധാനങ്ങൾ അതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു കഫക്കെട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ ശബ്ദത്തെ കുറിച്ച് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 1, അങ്ങനെ ചെയ്യാതിരിക്കുക. അതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചാൽ തന്നെ അത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിൻ. ഇപ്പൊ ഈ എടുക്കുന്നതൊന്നും ഒരു ശബ്ദത്തെ സംബന്ധിച്ചിട്ട് സ്ട്രെയിനേ അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 5 മണിക്കൂർ ദൈർഘ്യത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതൊരു സ്ട്രെയിൻ ആയിരുന്നു. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയധികം സ്ക്രാച്ചസ് എന്റെ വോക്കൽ കോഡിൽ വന്ന് വീണിട്ടുണ്ടാവാം. പക്ഷെ ദൈവാധീനം കൊണ്ട് പിന്നീട് നമ്മൾ അത് ബാധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ സ്ട്രെയിൻ ആണ്. അല്ലാതെ നോർമലി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോയിസ് സ്ട്രെയിൻ ആണ് എന്നൊന്നും ദയവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഇതിനേക്കാളൊക്കെ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്ട്രെയിൻ അല്ല. പിന്നെ രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും രേഷ്മ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പച്ചവെള്ളം ധാരാളമായിട്ട്, നല്ല പ്യൂർ വാട്ടർ, ചൂടുവെള്ളം അധികം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ചൂടുവെള്ളം നന്നായി. എന്താണോ നമ്മൾ തണുത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ തൊണ്ടയ്ക്ക് സംഭവിക്കുന്നത് അതേ എഫക്ട് ചൂടുവെള്ളം കുടിച്ചാലും ഉണ്ടാവും.